ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ദോശയായിരുന്നു. ദോശയും ചട്ടനിയും കഴിച്ച ശേഷം ഞങ്ങൾ ഉച്ചയൂണിനുള്ള പരിപാടിക്കുള്ള വട്ടം തട്ടിക്കൂട്ടാണ്. ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി വെക്കാനാണ് വിചാരിക്കുന്നത്. ബീട്രൂട്ട് ഉപ്പേരി മുട്ടക്കറിയാണ് ഞാൻ വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ കട്ട് ചെയ്യണ കണ്ടിട്ട് എനിക്കും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് 2 ബീട്രൂട്ടിൻ്റെ പീസ് എടുത്ത് കൊണ്ടുപോയിട്ട് അമ്മേനെ സഹായിക്കുകയാണ് കേട്ടോ കുട്ടി. അപ്പോൾ നുസ് വന്നിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയാണ് കട്ട് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളം ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് അരിയിടാം. അതുവരെ നമുക്ക് വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കാനുണ്ട്. ആദ്യം നന്നാക്കലാണ് മെയിൻ പണി അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കുക്ക് ചെയ്യാൻ സുഖമാണ്, നന്നാക്കലാണ് മെയിൻ പണി. അപ്പോൾ നമുക്ക് നന്നാക്കേണ്ട കാര്യങ്ങളൊക്കെ വേഗം തന്നെ നന്നാക്കി എടുക്കാം. അപ്പോഴേക്കും എൻ്റെ കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോൻ സഹായിക്കണോ അമ്മേ എന്നൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഒരെണ്ണം നന്നാക്കുന്ന സമയം കൊണ്ട് എൻ്റെ എല്ലാം നന്നാക്കി കഴിയും, അത് വേറെ കാര്യം. എന്നാലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് എൻ്റെ മോള്, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ അവിടെ ഇട്ടിട്ട് ബാലവീർ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോൾക്ക് ബാലവീർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാലവീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ പ്രോഗ്രാം കുറേ ഇരുന്ന് കണ്ടോളും. ഇനി ഈ വെളുത്തുള്ളി ചതച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് കോഴിമുട്ട പുഴുങ്ങാനിടാം. മുട്ടക്കറിയാണല്ലോ വെക്കുന്നത്, അപ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങാനിടാം. 3 മുട്ടയെ ഞാനിപ്പോൾ എടുക്കണുള്ളൂ, പിന്നെ കഴിയുന്നതിനനുസരിച്ച് എടുക്കാമല്ലോ. അപ്പം മുട്ട ഇവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. സബോള, തക്കാളി, പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ്, അതൊക്കെ നമുക്ക് മുട്ടക്കറിക്ക് വേണ്ടതാണ്. തേങ്ങാപ്പാലും പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും എൻ്റെ മോൾ എന്താ ചെയ്യണമെന്നൊന്ന് പോയി നോക്കട്ടെ. പൊന്നൂസ് ഇവിടെ ഇരുന്നിട്ട് ബട്ടർ തിന്നുന്നുണ്ട്. പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഇട്ട് കൊടുക്കും. അധികം കഴിക്കുന്ന നല്ലതൊന്നുമല്ല, നല്ല തുണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുട്ടക്കറിക്കുള്ളത് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ആവുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളി അപ്പോഴേക്കും ചതച്ചു കൊടുന്നു. കുക്കറിൻ്റെ വിസിലടിച്ചു. നമുക്ക് തുറന്നു നോക്കി നോക്കാം നമ്മുടെ ബീട്രൂട്ട് കൂട്ടൻ എന്തായെന്ന്. ആഹാ, അടിപൊളി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുളകിടാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടുക. അത് വഴറ്റിയ ശേഷം സബോളയല്ല, നമ്മുടെ വേപ്പില ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. അതിനുശേഷം നമുക്ക് കുത്തിപ്പൊടി മുളക് ഇട്ടിട്ട് വഴറ്റുക. എന്നിട്ട് പിന്നെ ബീട്രൂട്ട് ഇതിലോട്ട് തട്ടുക. ഇത്രയേ ഉള്ളൂ പണി, വളരെ സിമ്പിളാണ്. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ ബീട്രൂട്ട് വേവിക്കുന്നത്, അപ്പോൾ പിന്നെ വേറെ പണികളൊന്നുമില്ല. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അതിൽ വെള്ളം മൊത്തം ഡ്രൈ ആകുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മുട്ട പുഴുങ്ങിയത് പൊളിക്കാനായിട്ട് എൻ്റെ പൊന്നൂസ് ഓടി വന്നിട്ടുണ്ട്. നമുക്ക് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് കോഴിമുട്ട തിന്നുന്നുണ്ട്. അത് ഒരു തോന്നലിനടുത്ത് തിന്നുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ തിന്നാൻ തോന്നും, ചിലപ്പോൾ തിന്നും, അത്രയേ ഉള്ളൂ. മുട്ട ഞാൻ 2 പീസാക്കി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടു, മുട്ടക്കറിയിലേക്ക് ഇട്ടു. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വേപ്പില കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തതാണ്. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ആഹാ, അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. നമ്മുടെ ബീട്രൂട്ടും മുട്ടക്കറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, നോക്കിയിട്ടില്ല. ഓക്കെ, ഇതൊക്കെയാണ്. ഇനി മുട്ടക്കറി നോക്കിയോട്ടെ. മുട്ടക്കറിയിൽ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. ഇനി പൊന്നൂസിനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പൊന്നിഷിക്കുന്നു കണ്ടു, കൂട്ടാൻ വെക്കുന്ന കണ്ടു ഗൈസ്. കട്ടിയാണ് മുന്തിരിക്ക്. ഇതാ ഓറഞ്ച് ഉണ്ട്, മുന്തിരിങ്ങ ഉണ്ട്. ഇതൊക്കെ എൻ്റെ പൊന്നിച്ച് കട്ട് ചെയ്ത് കഴിക്കാനാണേ. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അരി തിളച്ച ശേഷം ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് വെന്ത് കഴിഞ്ഞ് ഊറ്റിയിടുകയാണ്. എൻ്റെ കിച്ചൺ മൊത്തം ആകെ കൊളാക്കിയിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുള്ള കോലമാണ്. ഇനിയും ഇഷ്ടം പോലെ വൃത്തിയാക്കാൻ കിടക്കുന്നുണ്ട്. താഴെ മൊത്തം മുട്ടത്തോണ്ടൊക്കെ ആകെ വൃത്തികേടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതേ അപ്പോഴേക്കും അവൾ അങ്ങോട്ട് ഓടി. ഈ ഡയറ്റിന് താല്പര്യമുള്ളവർക്കൊക്കെ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ രാത്രി കഴിക്കുന്നതാണ് ഓട്സ് കൊണ്ടുള്ളൊരു ഇതാണ്, റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഡയറ്റിന് താല്പര്യമുള്ളവരൊക്കെ രാത്രി ചോറ് ഒഴിവാക്കിയിട്ട് ഇത് രാവിലെയും കഴിക്കാം കേട്ടോ. രാവിലെയും കഴിക്കുന്നവരുണ്ട്, രാത്രിയും കഴിക്കുന്നവരുണ്ട്. ഓട്സിലോട്ട് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 3-4 തവി എടുത്തിട്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലോട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ പാലൊഴിക്കുക. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നമുക്ക് വെട്ടി നുറുക്കിയിട്ടിടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പഴം മാത്രമേ ഉള്ളൂ. അത് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ഇടുന്നു. അതാണ് ഇങ്ങനെ മല പോലെ കിടക്കുന്നത്.
പഴം ഇത്ര അധികം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ അത് കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് അങ്ങോട്ട് മൊത്തത്തിൽ തട്ടിയതാണ്. ഇതിൻ്റെ ഭാഗം മതി. പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുകളൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളിതിൽ പഞ്ചസാര ഇടാൻ പാടില്ല, പഞ്ചസാര അവോയ്ഡാണ്. പകരം നമ്മൾ തേനാണ് ഒഴിക്കുന്നത്. നമ്മൾ ഇട്ട ഓട്സിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി അത് മെൽറ്റായിട്ട് വരുമ്പോൾ കാണിക്കും, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടോളോ. നമ്മളിത് ഹണി ഒഴിക്കുകയാണ്, തേൻ അതിൻ്റെ മേലെ ഒഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ഡയറ്റിന് പറ്റിയൊരു ഫുഡാണ്. നമ്മളിത് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് അതിങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. ഞാനിപ്പോൾ ഇത് ഉച്ചയ്ക്കാണ് ചെയ്ത് വെക്കുന്നത്. രാത്രിയാകുമ്പോഴേക്കും അത് നല്ലപോലെ കുതിർന്നിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞ പാൽ കുറച്ച് കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുതിർന്ന് കഴിഞ്ഞാൽ കറക്റ്റ് തിക്നെസ്സായിട്ട് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. അതെൻ്റെ രാത്രിത്തെ ഫുഡാണ് കേട്ടോ. രാവിലെ ഇത് രാവിലെ കഴിക്കണമെങ്കിൽ രാവിലെയും കഴിക്കാം, അതവിടെ ഇരുന്നോളും. അപ്പോഴേക്ക് ഇത് എൻ്റെ കെട്ടിയോൻ വന്നു. കെട്ടിയോനുള്ള ചോറ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടിയിട്ട് എൻ്റെ കെട്ടിയോൻ ഇതാ ഊണ് കഴിക്കുകയാണ്. ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്ക് വരും, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ പോവുക. അങ്ങനെ എൻ്റെ കെട്ടിയോൻ ഫുഡ് കഴിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.